ഈ കാലത്തൊരു സിനിമ പ്രായോഗികമാണ്. 1.5 കോടി രൂപയ്ക്കൊക്കെ ഒരു സിനിമ ഇപ്പോൾ നടക്കും, ചെയ്യാൻ പറ്റും. സാർ അത് 50 ലക്ഷമാക്കി ചുരുക്കാനാണ്. 10-15 ലക്ഷത്തിലാണ് ഇപ്പൊ ചെറുപ്പക്കാർ പടം എടുക്കുന്നത്. എല്ലാ സിനിമയും നമുക്ക് നിങ്ങൾ അല്ല അങ്ങനെ പിന്നെ ബന്ധപ്പെട്ട് സിനിമ പ്രയാസപ്പെട്ട് സിനിമ എടുക്കുന്നവർ 10, 15, 20 മാക്സിമം 20 ലക്ഷം വരെ പോകും. 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോട്ട് ഓഫ് മണി. ഞാൻ ഫിലിം മേക്കറാണ്. ഞാൻ ചുമ്മാ ഒരു അഭിപ്രായം പറയുന്നതല്ല. എനിക്കറിയാവുന്നവരെ നിങ്ങൾക്ക് ആർക്കും സിനിമയെ പറ്റി അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ പറയാം, അത് മനസ്സിലാക്കണം. അല്ല ഞാൻ ചുമ്മാ ഒരു വിടുവ പറയുകയല്ല. കാരണം സിനിമയുടെ ഒരു മെത്തേഡ് ഓഫ് ഫിലിം മേക്കിംഗ് മാറി. ഇപ്പോഴും പണ്ട് പ്രോസസ്സിംഗ് ഉണ്ടായി. ഇപ്പോൾ പ്രോസസ്സിംഗ് ഒന്നുമില്ല. നമ്മളൊരു ക്യാമറ എൻ്റെ ഇരിക്കുന്ന സെൽഫോണിൽ എനിക്ക് സിനിമ എടുക്കാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കാലത്ത്. അതിന് 1.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല. ജെനുവിനായിട്ട് പണം എടുക്കണമെന്നുള്ളവർക്ക് അത്രയും പണം ആവശ്യമില്ല. അതിന് അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളൊക്കെ പോയി കൊണ്ടുപിടിച്ച് അവരെ കൊണ്ട് അഭിനയിപ്പിക്കുകയാണെങ്കിൽ വേണം. പക്ഷെ കൊമേഴ്സ്യൽ ഫിലിം എടുക്കാനല്ല ഈ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിക്കേണ്ടത്. കൊമേഴ്സ്യൽ സിനിമ എടുക്കാനല്ല. കൊമേഴ്സ്യൽ സിനിമ ഹാസ് ഇറ്റ്സ് ഓൺ വേ ഓഫ് മേക്കിംഗ്. അത് ഗവൺമെന്റിന്റെ സഹായം പിന്നെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമില്ല. അത് സ്വന്തമായിട്ട് തീരുമാനിച്ചോളൂ. പക്ഷെ അത് ഇത്രയും ഗവൺമെന്റിന്റെ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം പൊതുഗുണത്തിനെ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ പണം ആവശ്യമുള്ളതാണ്. ഈ സിനിമ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് പലതരം കിടക്കാട് പോലും ഇല്ലാത്ത മനുഷ്യർക്ക് വീട് പോലും ഇല്ലാതെ വഴി കഴിയുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില്. അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കൊണ്ട് ലാവിഷായിട്ട് ജീവിക്കുന്നത് വളരെ തെറ്റാണ്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കുന്ന എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കണമെന്ന് ആണോ സാറിന്റെ അഭിപ്രായം? അതോ ഈ SC/ST വനിതകൾക്ക് മാത്രം? അതാണ് ഒരു ക്ലാരിറ്റി. ഈ ഫണ്ടിങ് ഉപയോഗിച്ച് പടം എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ട്രെയിനിങ് വേണ്ടെങ്കിൽ വേണ്ട. സബ്സിഡി വാങ്ങുന്നവർ ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ഇത് ഏർപ്പെടുത്തണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുകയല്ല. എന്റെ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം വേണമെന്നാണ്. അങ്ങനെ SC/ST വിഭാഗം മാത്രമല്ല, സ്ത്രീകൾക്കും SC/ST കൾക്കും മുൻപരിചയമില്ലാതെ വരുന്നവർക്ക് ഞാൻ പലതവണ ആവർത്തിച്ചിരുന്നു.